സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ യശോദയും സുകുമാരിയമ്മയും കൂടി അമ്പലത്തിലെത്തിയിരിക്കുവാണ് കേട്ടോ. അങ്ങനെ അവർ അമ്പലത്തിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുവാണ്. ഈ സമയം യശോദ പറയുന്നുണ്ട്, ദാ ഈ അമ്പലത്തിലാ പൂജയുടെ അവസാന ദിവസമായ ഇന്ന് പ്രിയങ്കമോള് ഒറ്റയ്ക്ക് ഭജനയിടുന്ന് വരന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. എനിക്കെന്തോ അതൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു ടെൻഷൻ പോലെ. അന്നേരം സുകുമാരിയമ്മ ചോദിക്കണേ, അതിന് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? പ്രിയങ്കമോള് ഈ പൂജയ്ക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ പൂർത്തിയാക്കും. അന്നേരം യശോദ പറയണേ, ക്ഷേത്ര നടയിലിരിക്കുന്ന പെണ്ണിനെ സംരക്ഷിക്കേണ്ടത് അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിയാണ്. പ്രിയങ്കമ്മയുടെ കഴുത്തിൽ അങ്ങനെ ഒരു താലി ഉണ്ടോ? അന്നേരം സുകുമാരിയമ്മ പറയണേ, ദേ നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട, വേഗം വാ, നമുക്ക് തിരികെ പോകാം. അങ്ങനെ അവർ തിരികെ വീട്ടിലേക്ക് പോകുവാണ്. ഇതേസമയം പ്രിയങ്കയാണെങ്കിൽ ശരത്തിനൊപ്പം പോകാനായിട്ട് ബാഗിലെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് ആരും അറിയാതെ പമ്മി വീടിന് പതിയെ പുറത്തിറങ്ങുവാണ്. അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പതിയെ താഴത്തേക്ക് വരുമ്പോഴായിരിക്കും കേട്ടോ കൽപ്പന അതുവഴി പോകുന്നത് കാണുന്നത്. കൽപ്പനയുടെ കണ്ണിലെങ്ങാനും പെട്ടാൽ തീർന്നു എന്നും പറഞ്ഞ് അവിടെ മറഞ്ഞു നിൽക്കുവാണ് പ്രിയങ്ക. അങ്ങനെ കൽപ്പനയുടെ കണ്ണു തെറ്റിയ തക്കത്തിന് പ്രിയങ്ക അവിടെ നിന്നും ഓടി പുറത്ത് ഗേറ്റിനോട് കാത്തു നിൽക്കുന്ന ശരത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാണ്. ഈ സമയം പ്രിയങ്ക പോകുന്നതിന് മുമ്പ് ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ടാകും കേട്ടോ. അങ്ങനെ സുകുമാരിയമ്മ മേശപ്പുറത്തിരിക്കുന്ന ആ കത്ത് കണ്ട് അതെടുത്ത് വായിച്ചു നോക്കുവാണ്. അതിൽ നിന്നും പ്രിയങ്ക വീട് വിട്ടു പോയ വിവരം സുകുമാരിയമ്മ മനസ്സിലാക്കുവാണ് കേട്ടോ. ഇതേസമയം അവിടെ വരുന്ന യശോദയും ഈ കത്ത് വായിക്കുവാണ്. അതറിഞ്ഞ് വിശ്വസിക്കാനാവാതെ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് യശോദ. ഈ സമയം അവരുടെ ടെൻഷനും വിഷമമൊക്കെ കണ്ട് അങ്ങോട്ടേക്ക് എത്തുവാണ് രാധിക. എന്താ അമ്മേ, എന്താ പറ്റിയത്? എന്താ നിങ്ങൾക്ക് രണ്ടാൾക്ക് സംഭവിച്ചത് എന്ന് രാധിക അന്വേഷിക്കുവാണ്. അന്നേരം യശോദ പറയണേ, മോള് അവള് പ്രിയങ്ക നമ്മളെല്ലാവരും ചതിച്ചു. ദേ ഒരു കത്ത് എഴുതി വെച്ചിട്ട് അവൾ പോയിരിക്കുവാണ്. അങ്ങനെ ആ കത്ത് വായിച്ച് രാധികമാകെ ഞെട്ടി നിൽക്കുവാണ്. ഈ സമയം അങ്ങോട്ടേക്ക് വരുന്ന ദേവനും ആ കത്ത് വായിക്കുവാണ് കേട്ടോ. ദേവനത് സഹിക്കാൻ പറ്റുന്നില്ല. അന്നേരം സുകുമാരിയമ്മ കരഞ്ഞോണ്ട് പറയണേ, എന്നാലും അവൾ നമ്മളെല്ലാവരും ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് തന്നെ ഇങ്ങനൊരു ചതി ചെയ്തു കളഞ്ഞല്ലോ. ഈ സമയം ദേവൻ ദേഷ്യത്തിൽ ചോദിക്കണേ, സത്യം പറ, അവൾ ഈ പോയിരിക്കുന്നത് അമ്മയുടെ അറിവോട് കൂടിയല്ലേ? അത് കേൾക്കുന്നത് സുകുമാരിയമ്മ അങ്ങ് ഞെട്ടിപ്പോകുക. മോനെ ദേവ, എനിക്ക് ഈ കാര്യത്തിൽ ഒരു മനസ്സറിവുമില്ല. പ്രിയങ്കമോള് പോയത് വിശ്വസിക്കാൻ പറ്റാതെ നിൽക്കുവാൻ ഞാൻ. പിന്നീട് പ്രമുഖകൾ കാണിക്കുന്നത് പൂജാമുറി ചെന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന യശോദേനെയാണ്. യശോദയാണെങ്കിൽ ചങ്ക് തകർന്ന് ഭഗവാനോട് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയുണ്ടോ. ഈ സമയം അമ്മേനെ ആശ്വസിപ്പിക്കാനായിട്ട് രാധിക അരികിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ യശോദയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുവാണ് രാധിക. ദേവനാണെങ്കിൽ പ്രിയങ്കയെ അന്വേഷിച്ച് കണിമംഗലംകാർ ഈ കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പ് വീട്ടിലെത്തിക്കാനായിട്ട് പ്രിയങ്ക അന്വേഷിച്ച് പുറത്തേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്